السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وآله وصحبه أجمعين. മണ്ണിൻ മഹാപുരി ഒക്കെയും സ്തംഭിച്ചു, മന്നരീ ലോകത്തിലാശ്രയം ചോദിച്ചു. മന്ദമായി വന്നണഞ്ഞുള്ളൊരു സൗധമീ മാമല നാട്ടിൻ ജനനിയാം കേരളം. അന്തരാളത്തിലുതി ചെയ്ത പങ്കജത്തളിരിൻ്റെ സഞ്ജയ സ്വർഗമീ കേരളം. അമ്പരചുംബിയാം പാദപശാഖകൾ കതുപോൽ മരീചതൻ ചോണി ഈ കേരളം. മലയപ്പവീഴാമരീജാനിജയങ്ങൾ, മലനാടിൻ കുല്യകൾ മോഹന കാഴ്ചകൾ, മഹിത മനോഹാര്യ സലില സരിത്തുകൾ, മനുജാതി മഹിതർക്കൊരാശയീ കേരളം. അറബിയാം ലോകവണിക്കുകൾ അനുദിനം വന്നുപോയുള്ളൊരു കേരളം. അതിലുമുപരിയായി വിശ്വപ്രശസ്തരാൽ കേളി നിറഞ്ഞ പ്രദേശമീ കേരളം. ദൈവമേ കാക്കൂ ഈ ദേശ സംസ്കാരത്തെ, നിർമ്മലമാക്കൂ ഈ കേര സംസ്ഥാനത്തെ. നൗകയും കുത്തിത്തുഴഞ്ഞു ഞാനിക്കരെ, എത്തി കടാക്ഷിക്കു കാക്കൂ സദയമേ. ചൊമ്പാൽ ജുമാ മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഐതിഹാസികവും അദ്വിതീയവും അതുല്യവും ഒക്കെയായ ഈ വിശാല സൗഹൃദ സംഗമത്തിൽ പ്രബുദ്ധമായ ഈ പരിപാടിയെ ഉദ്ഘടിച്ച് ആനയിച്ച ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, വേദിയിൽ അധ്യക്ഷ പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന അഭിമന്യനായ ജാഫർ ഹാജി സാഹിബ്, ബഹുമാന്യനായ ഈ സംരംഭത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി പ്രിയപ്പെട്ട ഓർക്കാട്ടേരി ഹൈദറൂസ് തുറാബ് തങ്ങളവർകൾ, അതുപോലെ തന്നെ അഷ്റഫ് സാഹിബ് ഇതിൻ്റെ ചെയർമാൻ, ഇവിടെ പ്രഭാഷണം നടത്താനുള്ള ചൊമ്പാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ദിനേശൻ അവർകൾ, അതുപോലെ തന്നെ അഭിമന്യനായ വികാരി അച്ഛൻ, ചോമ്പാല CSI ചർച്ചിലെ അഭിവന്ദനായ ഫാദർ ഷെറി ജോർജ്, അതുപോലെ തന്നെ പ്രമോദ് അവർകൾ, ബാബു അവർകൾ തുടങ്ങി വേദിയിൽ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്ന, ഞാൻ പേര് പരാമർശിച്ചവരും പരാമൃഷ്ടരല്ലാത്തവരും ഒക്കെയായ ഈ മഹനീയ സദസ്സിൻ്റെ സ്നേഹ സാന്നിധ്യങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ജ്യേഷ്ഠ അനുജന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, ഭാസ് ഒന്ന് കൊടുക്കണേ. സമ്പന്നമായ ഈ ഒരു മാനവ സൗഹൃദത്തിൻ്റെ വിശുദ്ധി നിറഞ്ഞ സംഗമം ഒരു പള്ളിമുറ്റത്ത്, ഒരു വിശുദ്ധിയുടെ ആരാധനാലയത്തിൻ്റെ അങ്കണത്തിൽ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ഇത് കൂടുതൽ പുഷ്കലമാകുന്നത് നമ്മുടെ സഹോദര മതസ്ഥരായ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യം ഈ സദസ്സിനെ ചേതോഹരമാക്കുന്നു എന്നതുകൊണ്ടാണ്. അവർ പള്ളി കാണുന്നു, പള്ളി സന്ദർശിച്ചു. ഒരു കുടുംബ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഈ നാടിൻ്റെ ഗതകാല പൗരാണിക പാരമ്പര്യം പോലും അങ്ങനെയാണ്. പരസ്പരം ചേർന്നു നിന്ന് കോർത്തിണക്കി വലിയ ഉഭയകക്ഷി ബന്ധങ്ങളോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു സഹകരണ മനഃശാസ്ത്രം രൂപപ്പെട്ട ഒരു പൈതൃകത്തിൻ്റെ സുവർണ ഭൂമികയാണ് ചോമ്പാൽ. അതുകൊണ്ട് തന്നെ അത് ഇന്നും ഇവിടുത്തെ ആളുകൾ ഒരു അണുപോലും തെറ്റാതെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിന് ഇവിടുത്തെ ഉമ്മമാരുടെ ഉപ്പമാരുടെ കൂടെ ഇവിടുത്തെ അച്ഛനമ്മമാരെ കൂടി പ്രത്യേകം മുക്തകണ്ഠം അഭിനന്ദിക്കുവാനും അവർക്ക് വേണ്ടി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ. നമ്മൾ പരസ്പരം നന്മയുടെ പ്രതീകങ്ങളായി ജീവിക്കുമ്പോൾ ആ മേളനങ്ങൾക്കൊക്കെ ഒരു വർണ്ണാഭ ഉണ്ട്, ഒരു സുവർണ ശോഭയുണ്ട്.
അങ്ങനെയാണ് ഹൃദ്യത വരുന്നത്. മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴാണല്ലോ ട്രാൻസ്പെറൻസി ഉണ്ടാകുന്നത്. സുതാര്യത എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. കാര്യങ്ങൾ സുതാര്യമാകുമ്പോൾ പിന്നെ അവിടെ സംശയജനകമായ ഒന്നുമില്ല, നിഗൂഢതകളില്ല. ലവ് ഈസ് ദി ഗേറ്റ് വേ ടു ഓൾ മിസറീസ്. എല്ലാ നിഗൂഢതകളെയും കൊട്ടിത്തുറന്ന് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ അത് അകളങ്കമായ, അമ്ളം കലരാത്ത നിർമ്മല സ്നേഹമാണ്. ആ നിർമ്മല സ്നേഹത്തിൻ്റെ മുറ്റത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് ഇത്തരം സംഗമങ്ങൾക്ക് സമകാലികമായി വലിയ പ്രസക്തിയുണ്ട് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. ഇത് പുതിയ തലമുറ കണ്ട് പഠിക്കട്ടെ. നമ്മളായത് ഇങ്ങനെയൊക്കെയാണ്. പണ്ടൊരു കവി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഈ നിങ്ങളറിയുമോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളായത് എന്ന്. നാമായതിൻ്റെ പിറകിൽ ഒരുപാട് വീരേതിഹാസത്തിൻ്റെ പുളകം കൊള്ളിക്കുന്ന ചരിത്രത്തിൻ്റെ ചീന്തകളും ഏടുകളും ഒക്കെ തന്നെ മറഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ്. പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, കരണവുമിന്ദ്രിയവും കളേഭരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിയിടേണം. അങ്ങനെയാണ് ആന്തരികമായ ഒരു ചോദന ഉള്ളിലേക്ക് വിരുന്നു വരുമ്പോഴാണ് നമ്മളായി തീരുന്നത്. അതുകൊണ്ടാണ് പള്ളി, മസ്ജിദ് ആകട്ടെ, ക്രൈസ്തവ ദേവാലയങ്ങളാകുന്ന ചർച്ചുകളാകട്ടെ, ക്ഷേത്രങ്ങളാകട്ടെ, പഗോഡകളാകട്ടെ, സിനഗോഗുകളാകട്ടെ, ഈ ആരാധനാലയങ്ങളിൽ മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്ന മണിമന്ത്രങ്ങൾ സൗഹൃദത്തിൻ്റെയും കരുതലിൻ്റെതുമാണ്. ഇപ്പൊ ലിയോ 14 മാർപ്പാപ്പ, വലിയ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് വിട പറഞ്ഞു പോയപ്പോ പത്രങ്ങൾ എഴുതിയത് അങ്ങനെയാണ്, വലിയ ഇടയൻ. ഇപ്പൊ അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം ഒരു ഇടയനാണ്. ഒരു ഇടവകയിലെ കുഞ്ഞാടുകളെ മുഴുവൻ ദൈക്ഷണികമായും ആത്മികമായും ധാർമ്മികമായും വഴി നടത്താൻ ഉത്തരവാദിത്തമുള്ള ഒരു ഇടയൻ. ഒരു പൂജാരിയും അങ്ങനെയാണ്. കാരണം അവിടെ താന്ത്രിക വൃത്തികളും അവിടെ മന്ത്രോച്ചാരണങ്ങളും അവിടെ വഴിപാടുകളും അവിടെ പ്രതിജ്ഞകളും ഒക്കെ തന്നെ നടക്കുമ്പോൾ ആ താന്ത്രിക വൃത്തിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകളുണ്ട്. ഒരു മഹല്ല് ഖത്തീബ് എന്ന് പറയുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ പള്ളി ചോമ്പാൽ മഹല്ല് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇടവകയാണ്. മഹല്ല് ജമാഅത്ത്, ആ ഇടവകയിലുള്ള കുഞ്ഞാടുകളാണ് മഹല്ല് നിവാസികളാകുന്ന ആളുകൾ. അപ്പം അവിടെ പള്ളിമേടയിൽ പ്രഭാഷണങ്ങൾ, ഖുതുബ, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നടക്കും. എല്ലാവരും ഒന്നിച്ചിരിക്കുക, ഫേർണിച്ചേഴ്സ് ലെസ് അല്ലേ. ഇവിടെ ഒരു സോഫ സെറ്റോ ഒരു ബെഡോ ഒരു കട്ടിലോ ഒരു കസേരയോ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. വരുന്നവർ അംഗസ്നാനം ചെയ്ത് വിശുദ്ധ ദേവാലയത്തിലേക്ക് കയറി വരുമ്പോ അംഗസ്നാനം അഥവാ വുളൂ എന്ന് പറയുന്ന പ്രത്യേക നീയത്തോടുകൂടെയുള്ള ചടങ്ങുകളൊക്കെ തന്നെ നിർവഹിച്ച് അംഗങ്ങളെ ശുദ്ധീകരണം നടത്തിയിട്ട് പള്ളിയിലേക്ക് കയറി വരുന്നു. എന്നിട്ട് കാലുകൊണ്ട് ചവിട്ടി മെതിച്ചു നടക്കുന്ന അതേ തറയിൽ നമ്മുടെ ഈ കവിളുള്ള, നമ്മുടെ കണ്ണുള്ള, നമ്മുടെ നാസാരന്ധ്രമുള്ള, നമ്മുടെ അധരമുള്ള ഈ മനുഷ്യ ശരീരത്തിലെ അഷ്റഫുൽ അഅ്ളാഹ്, അവയവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രമായ അവയവം എന്ന് പേരുള്ള ഈ മുഖകമലത്തെ നമ്മൾ പള്ളിയുടെ തറയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ, അത്ര നേരം കാലുകൊണ്ട് മനുഷ്യൻ ചവിട്ടി മെതിച്ച് നടന്ന അതേ തറയിൽ അവന്റെ ശിരസ് കൊണ്ടുപോയി താഴ്ത്തി വെച്ച് ആ ശിരസ് വെക്കുമ്പോൾ തന്നെ തറയിൽ അമർത്തുന്നത് അവന്റെ മുഖമാണ്. ഈ മുഖത്താണ് നമ്മൾ ബ്യൂട്ടി ടിപ്സ് മുഴുവൻ ഉപയോഗിക്കുന്നത്, റോസ് പൗഡർ ഇടുന്നത്, അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കളൊക്കെ തന്നെ അഭിഷേകം ചെയ്യുന്നത്. ഒരാളെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്തു, അഭിമുഖീകരിച്ചു അല്ലേ, മുഖാമുഖം കണ്ടു എന്നൊക്കെ നമ്മൾ പറയാം. മനുഷ്യ ശരീരത്തിലെ ഈ പരിശുദ്ധമായ അവയവത്തെ കാലുകൊണ്ട് ചെവിട്ടി മെതിച്ച് നടക്കുന്ന തറയിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവൻ പറയുന്നൊരു വാക്കുണ്ട്, ദൈവം തമ്പുരാനെ നീയാണ് ഏറ്റവും വലിയവൻ. അതിലവൻ പറയാത്തൊരു വാക്കുണ്ട്, ഞാനാണ് ചെറിയവൻ, ഞാൻ ഒന്നുമല്ല, ഞാൻ ആരുമല്ല, ഐ ആം നത്തിങ്, ഞാൻ ബിഗ് സീറോ ആണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് ആരാധനാലയങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യൻ അങ്ങോട്ട് പോയ ആളായിട്ടല്ല തിരിച്ചു വരുന്നത്, സൗണ്ട് കുറയ്ക്കും, അങ്ങോട്ട് പോയ ആളായിട്ടല്ല തിരിച്ചു വരുന്നത്, മറ്റൊരാളായിട്ടാണ്.
ദൈവസാമീപ്യമുള്ള ഒരാളായി. അതുകൊണ്ട് മസ്ജിദ് എന്ന വാക്കിന്റെ അർത്ഥം ദേവാലയം എന്നാണ്. ദേവന്റെ ആലയം, ദൈവം തമ്പുരാന്റെ ഭവനം, ഉടയോന്റെ സദനം എന്നാണ് അതിൻ്റെ അർത്ഥം മസ്ജിദ്. കാരണം ഇത് വഖഫ് ചെയ്തത് ആർക്കാണ്? പടച്ചോനാണ്. പടച്ചോന് വേണ്ടി വഖഫ് ചെയ്തത് കൊണ്ട് ഇത് ദേവാലയമാണ്. അതുകൊണ്ട് ഇവിടെ പോയി വരുമ്പോൾ എല്ലാവരും സമന്മാരാണ്. ഇന്ന സൊഫിൽ ഇന്ന ആള് നിൽക്കണം എന്നില്ല. നമ്മുടെ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് ആരാണെന്ന് നമുക്കറിയില്ല. കറുത്തവൻ, വെളുത്തവൻ, ഉന്നതൻ, താഴ്ന്നവൻ, അങ്ങനെയൊന്നുമില്ല. ആർക്കിടയിലും ആഢ്യത്വങ്ങളില്ല, മേൽക്കോയ്മ മനോഭാവങ്ങളില്ല. മനസ്സ് പങ്കിലമായിട്ടുണ്ടെങ്കിൽ ആ പങ്കിലമായ മനസ്സിനെ നമ്മൾ കഴുകി സ്ഫുടീകരിക്കേണ്ടത് ഇവിടെ വെച്ചാണ് എന്നാണ് ആരാധനാലയങ്ങൾ നമ്മളോട് വിളംബരം നടത്തുന്നത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ ആചാര്യൻ, ചുന്തത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ, ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ്. മലപ്പുറം ജില്ലക്കാരനാണ്, തിരൂരുകാരനാണ്. മലയാള ഭാഷയുടെ പിതാവ് തിരൂര് സ്വദേശിയായ തുഞ്ചത്തൻ ആചാര്യനാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് അദ്ദേഹം. ഏത് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരു കിളിയെ കൊണ്ട് പറയിപ്പിക്കുന്നു. തുഞ്ചശുഗീകള കണ്ഠനിനാദം എന്ന് പറയുന്നുണ്ട്. പണ്ട് ചെങ്ങമ്പുഴ കാവ്യനർത്തകിയിൽ പറഞ്ഞിട്ടുണ്ട്, തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതയെ. തുഞ്ചത്ത് ആചാര്യന്റെ തത്തയെ നീയാണ് കവിതയെ കൊഞ്ചിച്ചത് എന്ന് മലയാള കവിതയെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ തുഞ്ചത്താചാര്യന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയിട്ട് അത് പിന്നെ മഹാകാണ്ഡങ്ങളാകട്ടെ, രാമായണാകട്ടെ, അയോധ്യാകാന്ഡമാകട്ടെ, ലക്ഷ്മണോപദേശമാകട്ടെ, ഈ എല്ലാ പിന്നെ സതുപദേശങ്ങളെയും അതിമനോഹരമായിട്ട് ശ്ലോകങ്ങളിലേക്ക് കോറിയിട്ട ഒരു ഭാഷാപിതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശകുന്തളയുണ്ട്, മലയാളി പഠിക്കേണ്ടതാണ്. ശകുന്തള അഥവാ വിശ്വാമിത്രൻ്റെയും അപ്സരസായ മേനകയുടെയും മകളായ ശകുന്തളയെ ദുഷ്യന്ത രാജാവ് വിവാഹം ചെയ്യാൻ ഗാന്ധർവ വിധി പ്രകാരമാണ് വിവാഹം ചെയ്യുന്നത്. അങ്ങനെ ശകുന്തളക്ക് ദുഷ്യന്ത രാജാവിലൂടെ ഒരു കുഞ്ഞ് ജനിക്കുന്നു. പക്ഷേ കുഞ്ഞിനെയും കൊണ്ട് ശകുന്തള പിന്നെ ദുഷ്യന്ത രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് മറവിയിലെ മാറാല് കെട്ടിയിട്ട് ശകുന്തള തൻ്റെ ഭാര്യയാണ് എന്നോ ആ പെണ്ണിൻ്റെ കയ്യിലുള്ളത് തൻ്റെ പുത്രനാണ് എന്നോ ഉൾക്കൊള്ളാൻ കഴിയാതെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നീ കുലടയാണ്, നീ കുലീനയല്ല, നീ പരഭൃതയാണ്. പരഭൃത എന്ന് പറഞ്ഞാൽ കോകിലം, മയില് എന്നാണ് അർത്ഥം. മയിലിൻ്റെ പ്രത്യേകത എന്താണ്? അത് കാക്കയുടെ കൂട്ടിൽ പോയിട്ടാണ് മുട്ടയിടാറുള്ളത്. കാക്കയുടെ കൂട്ടിൽ പോയി മുട്ടയിടും. കാക്ക മയിലിൻ്റെ മുട്ടയ്ക്ക് അടയിരിക്കും. എന്നിട്ട് മയിലിൻ്റെ കുഞ്ഞിനെ കാക്ക നോക്കും. അതേപോലെ നീ വിശ്വാമിത്രനും മേനകയും ഉപേക്ഷിച്ച കുഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് നീ കുലടയാണ്, നീ കുലീനയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദുഷ്പ്രവൃത്തികൾ ആരോപിച്ചിട്ട് ഈ ശകുന്തളയെ മാറ്റി നിർത്തുമ്പോൾ ശകുന്തള അതിൽ മൊഴിയുന്ന വാക്കുകളാണ് എഴുത്തച്ഛൻ പിന്നെ ഉദ്ധരിക്കുന്ന വാക്കുകൾ. മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലേ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛതലം തന്നിലെ കുളിച്ചാലും. മത്തേപം ആനയുടെ പ്രത്യേകത എന്താണ്? ആനയെ പാപ്പാൻ കൊണ്ടുപോയിട്ട് നല്ല കുളത്തിലോ കായലിലോ ശുദ്ധമായ വെള്ളത്തിലോ കൊണ്ടുപോയി സ്നാനം ചെയ്ത് കുളിപ്പിച്ച് കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി അതിനെ കൊണ്ടുവന്ന് ആലയിൽ തളച്ചിട്ടാലേ പിന്നെ മത്തേപം കരി. ഈ ആന അതിൻ്റെ തുമ്പിക്കൈ എടുത്തിട്ട് പൊടി പടലങ്ങളെ മുഴുവൻ ശരീരത്തിലേക്ക് വാരി വിതറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു ഉദാഹരണം എഴുത്തച്ഛൻ ശകുന്തളയിലൂടെ നമ്മളെ പഠിപ്പിച്ചത് എന്തിനാണ്? അതേപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ ചെളി വിരുന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എവിടെ പോയി കുളിച്ചിട്ടും കാര്യമില്ല. അകമാണ് തെളിയേണ്ടത്, അകമാണ് പൊരുളാകേണ്ടത്, അകമാണ് വെളിച്ചമാകേണ്ടത്. അപ്പൊ ആ അകത്ത് ഇരുട്ട് നിറയുമ്പോഴാണ് ഒരു പ്രകാശത്തെ തേടിയിട്ട് ആത്മാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യൻ എന്ത് പ്രയാണം നടത്തുന്നത്. ആ പ്രയാണം ദിവ്യതയുടെ പ്രയാണമാണ്. ആ പ്രയാണം കണ്ടറിവിന്റെ പ്രയാണമാണ്. ആത്മീയതയാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആത്മീയതയിൽ നിന്ന് അകലം പാലിച്ചപ്പോഴാണ് ഒരു തലമുറ ഹൈബ്രിഡ് കഞ്ചാവിലേക്ക് പോയത്, MDMA പോയത്. സനാതന മൂല്യങ്ങളിൽ നിന്നൊക്കെ അതിനെയൊക്കെ വിപാടനം ചെയ്ത് സ്വച്ഛതരമായ ഒരു ജീവിതം നയിക്കാൻ അവരൊക്കെ
പ്രത്യേകതരമായിരിക്കുന്ന ചട്ടം കെട്ടി പുറപ്പെട്ടത് അതിൻ്റെ പേരിലാണ്. പുതിയ ലോകം അശാസ്ത്രീയമായ ജീവിത ചട്ടക്കൂടുകളുടെ ഒരു ലോകമായി കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തൊരു തലമുറ നമ്മളുടെ മുമ്പിൽ വളർന്നു വരികയാണ്. കേൾക്കാൻ മനസ്സില്ലാത്ത തലമുറ, സ്ക്രീൻ ലൈഫിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറ. നമ്മളെ കുട്ടികളൊക്കെ ഇന്ന് സ്ക്രീനിൽ എത്ര നേരമാണ് സമയം കൊന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒന്ന് മൊബൈൽ നോക്കും, പിന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ നേരെ അവിടേക്ക് പോകുന്നു, വീണ്ടും മൊബൈലിലേക്ക് വരുന്നു, ഒന്ന് കഞ്ഞി കുടിക്കാൻ പോകുന്നു, വീണ്ടും അടുത്ത കൺസേൺ മൊബൈലിലേക്ക് വരിക എന്നുള്ളതാണ്. ഒന്ന് വിശ്രമിക്കാനിരിക്കുന്നു, വീണ്ടും സ്ക്രീനിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. എല്ലായിടത്തും മനുഷ്യന്റെ എല്ലാ ആകത്തുക ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം സ്ക്രീനിൽ മിന്നിമറിയുന്ന വർണ്ണവിസ്മയങ്ങളിലേക്ക് മാത്രം ജീവിതത്തെ ക്രോഡീകരിക്കുക, കേന്ദ്രീകരിക്കുക. അപ്പൊ അതോടുകൂടെ സ്ക്രീനിന്റെ പുറത്തുള്ള ജീവിതങ്ങളൊക്കെ നമുക്ക് അന്യമായി. നമ്മുടെ അമ്മ സ്ക്രീനിന്റെ പുറത്തുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു ജനുസാണ്. നമ്മുടെ അച്ഛൻ, നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ചോരബന്ധങ്ങൾ, അങ്ങനെ അവരെ മുഖത്തോട് മുഖം നോക്കി കണ്ടെത്താൻ കഴിയാതെ അങ്ങനെയുള്ള അകക്കണ്ണിന് അന്ധത ബാധിക്കുകയും തിമിരം ബാധിക്കുകയും പുറം കണ്ണുകൊണ്ട് വെറും നാട്യത്തിന്റെ ഭാവങ്ങളിലൂടെ ആർക്കും ഉപകാരപ്പെടാത്ത കുറെ വർണ്ണക്കാഴ്ചകൾ കാണുകയും വികാരങ്ങൾക്ക് അടിമപ്പെടുകയും വിവേകങ്ങളോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റാതെ തോറ്റുപോവുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറയെ നമ്മളൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കാൻ. എന്താണ് അതിന്റെ കാരണം? സനാതന ധർമ്മങ്ങളിൽ നിന്ന് അവർ ദൂരെ പോയതാണ് അതിന്റെ പ്രധാന ഹേതുകം എന്ന് പറയുന്നത്. പണ്ട് ഒരു മനുഷ്യപ്പറ്റായിട്ട് ജീവിക്കാൻ കഴിയുന്നു. രമണ മഹർഷിയുടെ മുമ്പിൽ വന്നിട്ട് ഒരു ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട മഹർഷി, ഞാൻ വിവാഹിതനാണ്. ആ വിവാഹിതനായ ഞാനും എൻ്റെ സഹധർമ്മിണിയും തമ്മിൽ ആരുമില്ലാത്ത ഞങ്ങൾ മാത്രം ഒറ്റയ്ക്കിരിക്കുന്ന സ്ഥലത്ത് വെച്ച് സംസാരത്തിൽ ഏർപ്പെടുമ്പോഴും ഞങ്ങളുടെ ശബ്ദങ്ങൾ അന്യായമായ രീതിയിൽ ഉയരുന്നുണ്ട്. ഉച്ചം, ഉറുദു ഭാഷയിൽ ഊഞ്ച എന്നും മലയാള ഭാഷയിൽ ഉച്ചം എന്നും ഒക്കെ പറഞ്ഞാൽ ഉന്നതം എന്നാണ്. അതുകൊണ്ടാണ് ആകാശത്തിന്റെ ഏറ്റവും ഉന്നതത്തിൽ സൂര്യൻ നിൽക്കുന്ന സമയത്തെ നമ്മൾ ഉച്ച സമയം എന്ന് പറയുന്നത്. സൂരജ് ആസ്മാൻ കെ ഊഞ്ചെ മേ ഹോനെ വാലി വക്ത് ഹേ വോ, അല്ലേ? അത് ഉച്ച സമയമാണ്. നട്ടുച്ച എന്നൊക്കെ പറയുന്നത് അതാണ്, ഊഞ്ച. അങ്ങനെ ഉച്ചത്തിൽ ഞങ്ങൾ സംസാരിക്കാൻ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയാണ്, ശാരീരികമായിട്ട് ഇത്രയും അടുത്താണ്, എന്നിട്ടും ഞങ്ങൾ ഘോരമാണ് സംസാരിക്കുന്നത്. ഗുരു, എന്താണ് അതിൻ്റെ കാരണം? അവിടെ രമണ മഹർഷി കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അത് നിങ്ങൾ ശരീരം കൊണ്ട് അടുത്തതാണ്, പക്ഷേ നിങ്ങൾക്ക് പരസ്പരം ശബ്ദം കേൾക്കണമെങ്കിൽ മനസ്സാണല്ലോ ആശയ കൈമാറ്റം നടത്തേണ്ട പ്രതിഭാസം. സ്വീകരിക്കേണ്ടതും മനസ്സാണ്. ആ മനസ്സുകൾ തമ്മിൽ കിലോമീറ്ററുകളുടെ കാതങ്ങളുടെ അന്തരം രൂപപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളുടെ ശബ്ദം അങ്ങനെ ഉയർന്നു പോകുന്നത്. നമ്മൾ ദൂരെയുള്ള ഒരാളെ വിളിക്കുമ്പോഴല്ലേ അത്യുച്ചത്തിൽ വിളംബരം ചെയ്യുക. അതേപോലെ തൊട്ടടുത്തിരിക്കുന്ന രണ്ടാളുകൾ തമ്മിൽ ഉച്ചത്തിൽ ബഹളം വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ദൂരെയാണ്. ആ മനസ്സുകൾ തമ്മിൽ എത്ര അടുത്തോ അത്രയും ശബ്ദത്തിന് പതിഞ്ഞ സ്വരായിരിക്കും. മൃദു മന്ദ സമീരനെ പോലെ വാർന്നു വീഴുന്ന ഒരു സ്വരരാഗസുധ ആയിരിക്കും. ഇംഗ്ലീഷ് ഭാഷയിൽ വോയിസും ശബ്ദമാണ്, നോയ്സും ശബ്ദമാണ്. ഒന്ന് വി ആണ്, ഒന്ന് എൻ ആണ്. രണ്ടിനും ഭാഷാപരമായിട്ട് ശബ്ദം എന്നേ നമുക്ക് അർത്ഥം പറയാൻ പറ്റുള്ളൂ. പക്ഷേ +2 ക്ലാസ്സിലെ ഒരു ടീച്ചർ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ബഹളം വെച്ചിട്ട് അടങ്ങിയിരിക്കൂ കുട്ടികളെ എന്ന് പറഞ്ഞിട്ടും അവർ കേൾക്കാതെ വന്നപ്പോൾ അക്ഷമയായ ആ അധ്യാപിക നേരെ പോയിട്ട് പ്രിൻസിപ്പളിന്റെ അടുക്കൽ പോയി പരാതി പറയുമ്പോൾ ആ ക്ലാസ്സിൽ വോയിസ് ആണ് എന്നല്ല പറയുന്നത്, ആ ക്ലാസ്സിൽ ഭയങ്കര നോയ്സ് ആണ്, അത് അപശബ്ദമാണ് എന്നർത്ഥം. നമ്മുടെ വീടകങ്ങളിലെ ശബ്ദങ്ങൾ അപശബ്ദങ്ങളായി മാറുന്നുണ്ടെങ്കിൽ രമണ മഹർഷി ശിഷ്യനെ ഉപദേശിച്ച ആ ഒരു സ്വച്ഛന്തമായ പാടുണ്ട്. അതെന്താണ്? ഹൃദയങ്ങൾ തമ്മിൽ കാതങ്ങളുടെ അന്തരം ഉണ്ടായതുകൊണ്ടാണ്. ഹൃദയങ്ങൾ എപ്പോൾ അടുത്തോ അത്രയും പതിഞ്ഞ ശബ്ദത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിലും മെല്ലെ സംസാരിക്കുമ്പോഴാണ് ആളുകൾക്ക് കേൾക്കാൻ ഒരു കൗതുകം ഉണ്ടാവുക. പതിഞ്ഞ സംസാരങ്ങൾക്കാണ് കൂടുതൽ കൂർപ്പിച്ച് കേൾക്കാൻ ഒരു ഇമ്പം ഉണ്ടാവുക. പതിഞ്ഞ സംസാരങ്ങളിൽ റൊമാൻറ്റിസിസം പോലും അടയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പണ്ട് ഇതുപോലെ ഒരു ഇടവകയിലെ ഇടയനായ പുരോഹിതന്റെ അടുത്ത് ഫാദറിന്റെ അടുക്കൽ പോയിട്ട് ഒരു ശിഷ്യൻ പറയുന്നുണ്ട്, അച്ചോ, ഞാൻ കല്യാണം കഴിഞ്ഞു, പക്ഷേ അവൾ പെർഫെക്റ്റ് അല്ല അച്ഛ.
ഷീ ഈസ് നോട്ട് പെർഫെക്റ്റ്. എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന എൻ്റെ നല്ല പാതി എന്ന് ഞാൻ വിശ്വസിച്ച എൻ്റെ പെണ്ണ്, അവൾ കുലീനയല്ല, അവൾ കുലടയാണ്. നേരത്തെ പറഞ്ഞില്ലേ, പരപ്രതയാണ് എന്ന് ശകുന്തളയിലെ തുഞ്ചത്താചാര്യം പറഞ്ഞ പോലെ ഇടവകയിലെ അച്ഛൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു കുഞ്ഞാട് പറയാണ്, അച്ചോ ഞാന് വിവാഹം ചെയ്തു, പക്ഷെ എൻ്റെ പ്രതീക്ഷക്കൊത്ത് അവൾ പെർഫെക്റ്റ് അല്ല. അതിന് അച്ഛൻ കൊടുത്തൊരു മറുപടിയുണ്ട്. എടാ പ്രിയപ്പെട്ട സഹോദര, പെർഫെക്ഷൻ ഈസ് നോട്ട് എ സ്റ്റാറ്റസ്, ഇറ്റ് ഈസ് എ പ്രോസസ്. ജീവിതത്തിൽ ഒരാൾ പെർഫെക്റ്റ് ആവുക എന്ന് പറയുന്നത് അതൊരു സ്റ്റാറ്റസ് ആയി കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമല്ല. കുറ്റങ്ങൾ കുറവുകൾ ഇല്ലാത്ത ആളുകൾ ആരായി ലോകത്ത്, അല്ലേ? നമ്മൾ ഈ ദേവാലയങ്ങളെ തേടി വരുന്നത്, നമ്മൾ പ്രാർത്ഥനാലയങ്ങളിൽ പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് അല്ലെങ്കിൽ ഭജനമിരുന്ന്, പള്ളിയിലിരിക്കണേന് എഴുത്തിക്കാഫിരിക്കുക എന്നാ പറയാ. പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരു ബോർഡ് കാണാം, നവൈത്തുൽ എഴുത്തിക്കാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. ഇഅ്തികാഫ് ഭജനമിരുന്നു. ആ ഇരിക്കുന്ന ആൾക്ക് അറബിയിൽ പറയുന്നത് മുഅ്തകിഫ് എന്നാണ്. ഭജനമിരിക്കുന്നവൻ, ചടഞ്ഞിരിക്കുന്നവൻ. എങ്ങനെയാണ് ആ ഭജനമിരിക്കല്? അവൻ്റെ ഫോൺ ഓഫ് ചെയ്ത് ഭൗതികമായ ചിന്തകളിൽ നിന്ന് അവൻ്റെ മസ്തകത്തെയും ചിന്താമണ്ഡലത്തെയും ഉച്ചാടനം ചെയ്ത് വിപാടനം ചെയ്ത് അവൻ പൂർണ്ണനായി മനസ്സിനെ ഉടയതമ്പുരാന്റെ മുൻപിലേക്ക് സമർപ്പിക്കാൻ. എൻ്റെ കാലുഷ്യങ്ങൾ പോട്ടെ, എൻ്റെ കുടിലത പോട്ടെ, എൻ്റെ കുന്നായ്മ പോവട്ടെ, എൻ്റെ മനസ്സ് തെളിയട്ടെ. മനസ്സ് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ മുഖം തെളിയുള്ളൂ. അകത്ത് കത്തിയും പുറത്ത് പത്തിയായിട്ട് ജീവിക്കാൻ കഴിയൂലല്ലോ ഒരു വിശ്വാസിക്ക്. മനസ്സ് കുടിലമാവാൻ പാടില്ല എന്ന് ആരാധനാലയങ്ങൾ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സ് തെളിയണം. അപ്പൊ ആരെയും ഹഗ് ചെയ്യാൻ കഴിയും, ആർക്കും ഷെയ്ക്കാൻഡ് കൊടുക്കാൻ പറ്റും, ആരെയും സ്വീകരിക്കാൻ പറ്റും. ലവ് വിത്തൗട്ട് എനി കണ്ടീഷൻ. ഇവന്റെ തറവാട് ഏതാ, ഇവന്റെ ജാതി ഏതാ, ഇവന്റെ മതം ഏതാണ്, ഇവന്റെ മേൽവിലാസം എന്താണ്, ഇവന്റെ വർഗം ഏതാണ്, ഇവന്റെ വംശപരമ്പര ഏതാണ്, ഒന്നും നോക്കാതെ അവൻ ഞാനാണ്, ഞാൻ അവനാണ് എന്ന മാത്രയിൽ നമുക്ക് ഇടപഴകാൻ സാധിക്കുന്ന മനോഗതിയാണ് മനസ്സ് തെളിഞ്ഞു എന്ന ഭാഷയുടെ പര്യായം. അതാണ് രൂപപ്പെടേണ്ടത്. അങ്ങനെ ഒരു ഹൃദ്യമായ സംസ്കാരം രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കുലീനരായി, നമ്മൾ തറവാടികളായി. ഇപ്പൊ തറവാട് എന്ന് പറയുന്നത് ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ്. ജന്മം കൊണ്ട് ഇവിടെ ആരും പരിശുദ്ധനാകുന്നില്ല. ഇന്ന സ്ഥലത്ത് ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾ പരിശുദ്ധനാകുന്നില്ല. കർമ്മമാണ്. കർമ്മം, ചിരിക്കുക അതൊരു കർമ്മമാണ്. ഉൾക്കൊള്ളുക അതൊരു കർമ്മമാണ്. റെസ്പെക്ട്, ബഹുമാനിക്കേണ്ട ആളുകളെ ബഹുമാനിക്കുക അതൊരു കർമ്മമാണ്. വിദ്യ അഭ്യസിക്കുക, അഭ്യസിച്ച വിദ്യ കിരണം, അത് ഹൃദയത്തിൽ പോയിട്ട് ആസനം കണ്ടെത്തുക, അതൊരു ഒരു പ്രകാശിതമായിരിക്കുന്ന ദൗത്യമാണ്. ഇതൊക്കെയാണ് മനുഷ്യന് മൂല്യശോഷണം സംഭവിച്ച ഈ കാലത്ത് നിർവഹിക്കാനുള്ളത്. പണ്ട് കുമാരനാശാൻ പറഞ്ഞില്ലേ, അന്യജീവനുദകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. ആരാണ് വിവേകി? നമ്മൾ പറയാറുണ്ട് വിവേകി, വിവേകമുള്ളവനാണ് വിവേകി. ആരാണ് വിവേകി? അന്യജീവനുദകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. അന്യന്റെ ജീവനെ കരുതിയിട്ട്, അന്യജീവിതങ്ങളെ കരുതിയിട്ട് ഞാൻ എന്ന സ്വാർത്ഥംബരിയുടെ പ്രമേയത്തിൽ അപ്പുറം ഞങ്ങൾ നമ്മൾ എന്ന ഒരു പ്രമേയത്തിൽ നിന്ന് കൂടെയുള്ള ഉടപ്പിറപ്പിനെ കൂടി ചേർത്ത് പിടിച്ച് അവന്റെ കണ്ണീര് തൻ്റെ കണ്ണീര് കൂടിയാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണ് വിവേകി. അങ്ങനെ എത്ര വിവേകികളെ ഈ നാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ എത്ര വിവേകികൾക്ക് പരശതം അമ്മമാര് ജന്മം കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെയൊക്കെ നാടിൻ്റെ ഒരു സുഹൃതം എന്ന് പറയുന്നത്. ഇന്നും വർഗീയമായിരിക്കുന്ന ആന്തോളനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മുളപൊട്ടുമ്പോൾ കേരളത്തിലേക്ക് അതിൻ്റെ അലയൊലികൾ പോലും വരുന്നില്ല. കേരളത്തിൻ്റെ കാറ്റും കോളും അത് സ്വീകരിക്കാൻ പര്യാപ്തമല്ല. കാരണം ഇവിടെ നമ്മൾ ജീവിച്ചത് അങ്ങനെയാണ്. എന്ത് സ്പാർക്ക് വന്നാലും അതിനെ ഒരു ചെരുപ്പ് കൊണ്ട് ചവിട്ടി തന്നെ കെടുത്തുന്ന ഒരു പൈതൃകവും പാരമ്പര്യമാണ് നമ്മളടുത്ത്. അതിനെ ചെരുപ്പിട്ട് ചവിട്ടിയില്ലെങ്കിൽ ആ തീപ്പൊരിയാണ് അടുത്ത കരിയിലയിലേക്ക് പ്രസരണം ചെയ്യുക. ആ കരിയിലയിലേക്ക് ഒരു കാറ്റുകൂടി അടിച്ചാൽ അതൊരു തീനാളമാകും. കരിയില കത്തിക്കഴിഞ്ഞാൽ പിന്നെ കാട് കത്തും. കാട് കത്തിക്കഴിഞ്ഞാൽ
ലോസ് ആഞ്ചലസിൽ തീപിടുത്തുണ്ടായ പോലെയാകും. ഒരുപാട് ജീവജാലങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. പിന്നെ ആയിരക്കണക്കിന് യൂണിറ്റുകൾ ഫയർഫോഴ്സ് വന്നിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞത്, ഇന്ന മുഅ്ളമൻ നാരി, നിങ്ങൾക്ക് കെടുത്താൻ കഴിയാത്ത മിക്ക അഗ്നിഗോളങ്ങളും മബ്ദഉഹ, അതിൻ്റെയൊക്കെ തുടക്കം ശററുൻ, ഒരു സ്പാർക്കാണ്, ഒരു തീപ്പൊരിയാണ്. ആ തീപ്പൊരിയെ ചവിട്ടി മെതിച്ച് കെടുത്തിക്കളയാൻ നമ്മൾ സാഹസം കാണിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നെ പെട്ടെന്ന്, ഈ സോഷ്യൽ മീഡിയ കാലാണല്ലോ, അതുകൊണ്ട് പാൻഡമിക, ഇത് വളരെ അതിശീഘ്രമായ രീതിയിലാണ് ഇത് സാംക്രമികത നടത്തുക. ഇതൊരു രോഗമാണ്. സോഷ്യൽ മീഡിയ എന്നുള്ളതൊരു രോഗമാണ്. അവിടെ ഫേസ്ബുക്കിൽ ഒരുപാട് ആളുകൾ എഴുതുന്ന വർഗീയ പരാമർശങ്ങൾ അല്ലേ, അവരൊക്കെയാണ് ഓരോ മതങ്ങളെയും പറയിപ്പിക്കുന്നത്. അപ്പൊ അത് വായിക്കുന്ന അതത് മതങ്ങളിൽപ്പെട്ട ആളുകള് എല്ലാവരെയും ഉൾക്കൊള്ളണം എന്ന് വിശ്വസിച്ച് അമ്മമാരിലൂടെ, അച്ഛന്മാരിലൂടെ, ഉമ്മമാരിലൂടെ, ഉപ്പമാരിലൂടെ അത് പഠിച്ചു വന്ന ആളുകള് നഖശികാന്തം സോഷ്യൽ മീഡിയയിൽ അവരെ അതുപോലെ തിരുത്തുന്നത് നമ്മൾക്ക് കാണാറുണ്ട്. അപ്പൊ ഓൺലൈൻ ജെന്റിൽമാൻ ആകാൻ നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുക. ഹു ഈസ് ഓൺലൈൻ ജെന്റിൽമാൻ? ആരാണ് ജെന്റിൽമാൻ? ഇപ്പൊ UAE പോലെയുള്ള, അല്ലെങ്കിൽ ഖത്തർ പോലെയുള്ള, കാനഡയിലും US ലും UK ലും ഒക്കെ തന്നെ വലിയ റെപ്യൂട്ടഡ് കമ്പനികളിലേക്ക് HR പോസ്റ്റിലേക്കോ CEO പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഓപ്പറേഷൻ തസ്തികകളിലേക്കോ ഒക്കെ ഏതെങ്കിലും ഒരു പുതിയ കാൻഡിഡേറ്റിനെ ഹയർ ചെയ്യുമ്പോൾ അവിടുത്തെ ഇന്റർവ്യൂ ബോർഡ്, സൂപ്പർവിഷൻ സമിതി, മോണിറ്റർ ചെയ്യുന്ന ടീം ആദ്യമായിട്ട് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് കയറി വന്ന ഒരു ഉദ്യോഗാർത്ഥിയെ അവന്റെ SSLCയുടെ മാർക്ക്, അവന്റെ ഹയർ സെക്കൻഡറിയുടെ മാർക്ക്, അവന്റെ ഡിഗ്രിയുടെ മാർക്ക്, അവന്റെ PGയുടെ മാർക്ക് മാത്രമല്ല പരിശോധന നടത്തുന്നത്, അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ചോദിച്ച് അന്വേഷിച്ച് വാങ്ങാൻ, അത് സെർച്ച് ചെയ്യാൻ, അതൊരു ഗവേഷണം നടത്താൻ, അതിൽ 6 മാസത്തേക്ക്, 1 കൊല്ലത്തേക്ക്, 2 കൊല്ലത്തേക്ക് അവർ സഞ്ചാരം നടത്താൻ, ഇവൻ ഫേസ്ബുക്കിൽ ഏതൊക്കെ വീഡിയോക്കാണ് ലൈക്ക് കൊടുത്തത്, അവൻ എന്തൊക്കെ കമന്റുകൾക്കാണ് ഡിസ്ലൈക്ക് കൊടുത്തത്, അവൻ ആരോടൊക്കെയാണ് ഏതൊക്കെ പരാമർശങ്ങൾ നടത്തിയത്, ആ പരാമർശത്തിന്റെ സാങ്കത്യം എന്ത്, അത് ശ്ലീലമാണോ, അത് അശ്ലീലമാണോ, അത് സഭ്യമാണോ, അത് അസഭ്യം അഥവാ സഭ്യേതരമാണോ എന്ന് എല്ലാം പരിശോധന നടത്തിയിട്ട് മാത്രമാണ് അവന്റെ പഠന നിലവാരങ്ങളിലേക്ക് പോലും ചർച്ച കടന്നു പോകുന്നത്. കാരണം എന്താണ്? ഇവൻ ഓൺലൈൻ ജെന്റിൽമാൻ ആണോ എന്ന് നോക്കുക. കാരണം വർഗീയത കത്തിക്കുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരണത്തിന്റെ പദപ്രയോഗങ്ങൾ കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയ ക്ഷുദ്രജീവികളും എല്ലാ മതത്തിലുണ്ട്. അവരാണ് ഇത്രയും തീവ്രമായ രീതിയിൽ ഒരു ഭ്രാന്തൻ ആശയങ്ങളിലേക്ക് സാധാരണക്കാരനെ കൂടി കൊണ്ടുപോയത്. എല്ലാ മതത്തിലും അതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എന്താ? വ്യത്യസ്ത മതക്കാരാണ്. ഇത് രാജ്യം ഭാരതം, ആ ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഞാൻ ഈ പള്ളിമുറ്റത്ത് കാണാൻ കാരണം ഇവിടെ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട്, ഇവിടെ പ്രിയപ്പെട്ട അച്ഛൻ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഇസ്ലാമിക പണ്ഡിതന്മാരിരിക്കേണ്ട്, സാധാരണ ജനങ്ങൾ ഇരിക്കേണ്ട്, സഹോദരങ്ങളുടെ കൂട്ടത്തിൽ വ്യത്യസ്ത മതക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ആശയത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുക എല്ലാ മതാചാരങ്ങളിൽ നിന്നും. എന്തിനാണ്? അവർക്ക് ആദ്യമേ മതവിശ്വാസം ഇല്ല. മതവിശ്വാസമുള്ള ആൾക്കാർ ഇതിന് വരൂലല്ലോ. പിന്നെ അവർക്ക് ചില ആശയങ്ങളൊക്കെ ഉണ്ട്, അത് നീതീകരിക്കാൻ കഴിയാത്തതാണ്. രാജ്യം കുട്ടിച്ചോറാകണം, രാജ്യം കലുഷിതമാകണം, അല്ലേ? അതിനാണ് ഇപ്പൊ പഹൽഗാമില് നോക്കൂ നിങ്ങൾ, ആ തുലിപ്പ് തോട്ടങ്ങളിൽ മഞ്ഞു പെയ്യുന്ന ഇന്ത്യ രാജ്യത്തിന്റെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പേരെടുത്തിട്ട് ഞാൻ ചോദിക്കുക, ആ നുഴഞ്ഞു കയറിയ ഭീകരവാദികള് ഇന്ത്യ രാജ്യത്തിന്റെ കശ്മീരിന്റെ ആ പേരും പെരുമയല്ലേ നശിപ്പിച്ചത്? ഇന്ത്യയുടെ സ്വർഗം കശ്മീർ അല്ലേ? ആ ഇന്ത്യയുടെ സ്വർഗത്തിന് എല്ലാ പാരമ്പര്യമുണ്ട്. സ്വിറ്റ്സർലാൻഡ് എന്ന് പേര് വെക്കാൻ കാരണം പ്രകൃതി രമണീയത മാത്രമല്ല, സ്വിറ്റ്സർലാൻഡിന്റെ ഒരു പൈതൃകം എന്ന് പറയുന്നത് വരുന്നവരെ മുഴുവൻ അതിഥി ദേവോ ഭവ എന്ന പോലെ സ്വീകരിക്കും. അത് കശ്മീരിന്റെ ഒരു പാരമ്പര്യമായിരുന്നു. ആ കശ്മീരിന്റെ പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവെച്ച തീവ്രവാദി എന്താ ഉണ്ടായത്? എന്താ ഉണ്ടാക്കിയെടുത്തത്? അല്ലേ? അപ്പൊ രാജ്യത്തിന്റെ സ്വച്ഛന്തമായ ശാന്ത സ്വഭാവ പ്രകൃതങ്ങളെ ഹനിക്കാൻ അവർ മുന്നോട്ട് വരാൻ, അവർക്കതിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ. അപ്പൊ നാരായ വേരിനെ നശിപ്പിക്കാം. നമ്മൾ വേരുകളെ നശിപ്പിക്കാൻ പാടില്ല. ഒരു ഇലങ്ങനെ
തളിർത്ത് പന്തലിച്ച് പച്ചപ്പോടുകൂടെ നിലകൊള്ളുന്നതിൻ്റെ പിറകിൽ വലിയൊരു പശ്ചാത്തലം ഉണ്ടാകും. ഒരു മരത്തിൻ്റെ ഇല. സാധാരണ മലയാളത്തിൽ ഒരു കവിതയുണ്ട്, ഇലയിൽ നോക്കിയാൽ അറിയാം, അല്ലെ, വേരൂന്നിയതിൻ്റെ ആഴം ഇലയിൽ അറിയാം, ഇലയിൽ ഇലയിൽ. ഒരു മരം എത്ര താഴേക്ക് വേരൂന്നി പോയിട്ടുണ്ട് എന്ന് അറിയുന്നത് അതിൻ്റെ ഇലയിലാണ്. ഇല വാടാൻ പാടില്ല, നമ്മുടെ രമ്യത നശിച്ചു പോകാൻ പാടില്ല. നാരായ വേര് എന്ന് പറയില്ലേ, ആ നാരായ വേരിന് ഒരു പകിട്ടിന് ഒരു പരിക്കും വരാൻ പാടില്ല. പണ്ട് ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, തമ്മിലടിക്കല്ലേ സോദരരേ, രക്തം ഒഴുക്കല്ലേ മാലോകരേ, മനുഷ്യത്വമോദിടാൻ നിങ്ങൾ മുന്നോട്ടുവാ, സമത്വത്തിൻ പാതയിൽ കൈകൾ കോർത്തിടാൻ വാ. എന്തിനീ ഉലകിൽ നമ്മൾ തമ്മിലടിച്ചു മരിക്കും, നന്മയേറും വർണ്ണ പൂക്കൾ നാം തന്നെ തല്ലി തകർക്കും. മനുഷ്യർ നമ്മൾ സഹോദരങ്ങൾ, ഒരു പിതാമാതാമക്കൾ, നിങ്ങൾ ഒന്നിക്കുവീൻ, ഒരു മണ്ണിൻ സന്തതികൾ, നന്മ ചേർത്തിടുവീൻ. ഒരൊറ്റ മണ്ണിൻ്റെ മക്കൾ. അതുകൊണ്ട് ഇവിടെ കാലിശു ഉണ്ടാകാൻ പാടില്ല, കപടത ഉണ്ടാകാൻ പാടില്ല. നമുക്ക് എപ്പോഴും നമ്മൾ ലോകത്തെ കാണണം. കുവേങ്ക മാണ്ടക് എന്ന് പറഞ്ഞൊരു കഥയുണ്ട് ഉറുദു ഭാഷയിൽ. കുവേങ്ക മാണ്ടക്, കുവേ എന്ന് പറഞ്ഞാൽ കൂപ്പം, കിണർ എന്നാ. മാണ്ടക് എന്ന് പറഞ്ഞാൽ മണ്ടൂകം. അതിൻ്റെ അതേ ഭാഷാപരമായിരിക്കുന്ന ഒരു താതാത്മ്യം ഉറുദു ഭാഷയിലെ പോലെ തന്നെ മലയാളത്തിൽ. കുവേ കൂപ്പം, മേണ്ടക് മണ്ടൂകം. അപ്പൊ കൂപമണ്ടൂകം. കൂപ്പം എന്ന് പറഞ്ഞാൽ കിണറാണ്. കൂപാജഠരത്തിൽ ആകാശം കണ്ടവർ കാണുന്നു കൂപാന്തർ ഭാഗത്തു ഭൂമിയെ. അപ്പൊ ഈ കുണ്ടുകിണറ്റിലുള്ള ദർദുരം അഥവാ മണ്ടൂകം, തവള, ആ തവള എങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റേതാണ്, ഞാൻ ഉൾക്കൊള്ളുന്നതാണ് ലോകം, ഞാൻ ഉൾക്കൊള്ളുന്നതാണ് ലോകം എന്ന് തവള എങ്ങനെ ചിന്തിക്കാൻ. ആ ഉറുദു ഭാഷയിലെ കഥയിൽ പറയുന്നത്, ആരോ കടലിൽ ജീവിച്ച സമുദ്രത്തിലെ ഒരു ദർദുരത്തെ, ഒരു മണ്ടൂകത്തെ, ഒരു തവളയെ ഈ കുണ്ടുകിണറ്റിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിയാൻ. അങ്ങനെ കടലിൽ ജീവിച്ച, വർഷങ്ങളോളം സമുദ്രത്തിൽ ജീവിച്ച തവള ഈ കൂപ്പത്തിൽ ജീവിച്ച അഥവാ കിണറിൽ ജീവിക്കുന്ന തവളയെ കണ്ടുമുട്ടാൻ. അവർ രണ്ടുപേരും സംസാരിക്കാൻ. അപ്പോൾ കടലിൽ നിന്ന് വന്ന തവള പറയാണ്, ഞാൻ വിശാലമായ കടലിൽ നിന്നാണ് വരുന്നത്. അപ്പൊ കിണറ്റിൽ ജീവിക്കുന്ന തവള ഒരു തലക്കൽ നിന്ന് മറുതലക്കലേക്ക് ചാടിയിട്ട് പറയാണ്, ഞാൻ ഈ ജീവിക്കുന്ന എൻ്റെ സ്വസ്ഥ കേന്ദ്രമാകുന്ന ഈ കിണറിനേക്കാളൊന്നും വിശാലത ഉണ്ടാകില്ലല്ലോ. അപ്പൊ ഈ തവള പറയാൻ, അതിനേക്കാൾ വലുതാണ്. പക്ഷേ കിണറിൽ ജീവിക്കുന്ന തവളക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ കിണറിൽ ജീവിക്കുന്ന തവള സമുദ്രത്തിൽ ജീവിക്കുന്ന തവളയെ കൺവിൻസ് ചെയ്ത് പൊരുത്തപ്പെടാതെ ആ കഥ അവിടെ അവസാനിക്കാൻ. അതാണ് കുവേക്ക മെണ്ടക്, കൂപമണ്ടൂകം, കിണറ്റിലെ തവള, അല്ലേ? അപ്പോ നമ്മൾ ഒതുങ്ങിക്കൂടാൻ, ഉൾക്കൊള്ളാൻ കഴിയാതെ ഒതുങ്ങിക്കൂടുന്നവനാണ് കൂപമണ്ടൂകം. അപ്പൊ നമ്മുടെ ഈ വൃത്തത്തിന്റെ അപ്പുറത്ത് ലോകത്ത് വിശാലമായൊരു ലോകത്ത്. ഗസാലി ഇമാം പറഞ്ഞൊരു വാക്കുണ്ട്, യാത്ര ചെയ്യുന്ന ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം പോലെയാണ്. യാത്ര ചെയ്യാതെ ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടുന്ന ആളുകളോ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? പെട്ടെന്ന് പകർച്ചയാകും. എന്തെങ്കിലും ഒരു ഓയിലോ ഒരു മണ്ണെണ്ണയോ ഒരു പെട്രോളോ അല്ലെങ്കിൽ മെഴുക്കുള്ള എന്തെങ്കിലും സാധനങ്ങളോ അതിൽ ലയിച്ചു കഴിഞ്ഞാൽ ആ ലയനത്തോടുകൂടെ അത് വിവരണമാകും, അത് പകർച്ചയാകും. പക്ഷെ ഒഴുകിപ്പരന്നുകൊണ്ടിരിക്കുന്ന നദിക്ക് ഉണ്ടാവില്ല, അക്കോമഡേഷനാണ്. നദി, പുഴ, നദികള് ഉൾക്കൊള്ളലിന്റെ മനഃശാസ്ത്രങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പെണ്ണ്, ഷീസ് എ റിവർ, അവളൊരു പുഴയാണ് എന്ന് പറയാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഭാര്യ പദവിയിലിരിക്കുന്ന ഒരാള് നമ്മൾക്ക് എന്ത് ദുഃഖമുണ്ടെങ്കിലും അതായിട്ട് നമ്മൾ വീട്ടിലേക്ക് ചൊല്ലുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തി, നമ്മളെ സമാധാനിപ്പിച്ച്, നമുക്ക് ഭക്ഷണം തന്ന് നമ്മളോട് കൂടെ നിൽക്കുമ്പോൾ നമ്മൾ പറയും, അവൾ എൻ്റെ പെയിൻ കില്ലറാണ്,
അവൾ എൻ്റെ വേദനാ സംഹാരിയാണ്, എൻ്റെ പെയിനാണ് എന്നല്ല പറഞ്ഞത്, എൻ്റെ വേദനയാണ് എന്നല്ല പറഞ്ഞത്, അവൾ എൻ്റെ പെയിൻ കില്ലറാണ്. അതാണ് നദിയുടെ പ്രത്യേകത. ഭാരത സംസ്കാരത്തിൽ മിക്ക നദികളുടെയും പേര് സ്ത്രീയുടെ പേരാണ്. അങ്ങനെയാണ് ഗംഗ, യമുന, ബ്രഹ്മപുത്ര, കാവേരി, അതുപോലെ തന്നെ നിള. ഇങ്ങനെ ഏത് നദികളെ എടുത്തു നോക്കിയാലും ഒരു സ്ത്രൈണ പരിവേഷം ആ നദികളിലൊക്കെ കുടികൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയുക. നമ്മൾ അക്കോമഡേറ്റീവ് ആകണം. നമ്മൾ ഉൾക്കൊള്ളലിൻ്റെ തത്വങ്ങളെ ലോകത്ത് പഠിപ്പിക്കണം എന്നർത്ഥം. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഇതര സഹോദര മതസ്ഥരായ പ്രതിനിധികളും നേതാക്കളും ഒക്കെ തന്നെ ഇവിടെ സംസാരിക്കാനുണ്ട്. എനിക്കൊരു ദൂരെ യാത്ര പോകേണ്ടതുള്ളതിനാൽ ഞാൻ പ്രിയപ്പെട്ട സംഘാടകരുടെ അടുത്ത് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ആദ്യം ഒന്ന് ഫ്രീ ആക്കി തരണമെന്ന് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ക്ഷണിതാക്കളായ അതിഥികളോടും പ്രിയപ്പെട്ട സംഘാടകരോടും അതുപോലെ തന്നെ മാന്യ ശ്രോതാക്കളോടും ഒക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. സമയം നമുക്ക് വിശാലമായിട്ട് മുന്നിലില്ല. വളരെ വൈകിയാണ് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രതിനിധികളുടെ വിശിഷ്ട അതിഥികളുടെ സംഭാഷണം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അവരെ കൂടി കേട്ടിട്ടേ നമുക്ക് പിരിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ചേർത്തു നിർത്തലും ഈ ചേർന്ന് നിൽക്കലും ഒരു അലങ്കാരമാണ്. പൂക്കളെ പോലെ, മൊട്ടിട്ട പുഷ്പദളങ്ങളെ പോലെ അതിനെപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേ ഈ സൗഹൃദത്തിൻ്റെ ഇലകൾ കരിയിലകളാകാതെ വാടാതെ അതിങ്ങനെ വളക്കൂറോടുകൂടെ നിലനിൽക്കുള്ളൂ. അപ്പം എപ്പോഴും ഒളിച്ചു കൊടുക്കേണ്ടത് എവിടെയാണ്? ഇലയിലല്ല, കായ്ക്കനികളിലല്ല, വേരിലാണ്. അപ്പം വേരിൽ വെള്ളം ഇറങ്ങണമെങ്കിൽ നിലത്ത് തന്നെ വെള്ളം പാരണം. അപ്പോഴാണ് നാരായ വേരുകളാകുന്ന ഈ വൃക്ഷങ്ങൾ നമുക്ക് നാളെ തണൽ തരുള്ളൂ. ഇതെല്ലാവരും കൂടി വെള്ളം പാർന്ന് വെള്ളം ഒഴിച്ച് ശോഷണം സംഭവിക്കാതെ പുഷ്പിച്ച മനോഹരമായ മരമാണ്. അതിൻ്റെ ഓരോ ചില്ലകളിലും പോയിരിക്കാൻ നല്ല സുഖമുണ്ടാകും. അടുത്ത തലമുറ നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നനച്ച് തളിർത്ത് തരളിതമാക്കിയ ആ മഹാവടവൃക്ഷത്തിൻ്റെ മുത്തശ്ശി തെന്മാവിൻ്റെ മുറ്റത്ത് വന്നിരുന്നിട്ട് കാറ്റാസ്വദിക്കട്ടെ, തണൽ കൊള്ളട്ടെ, വെയിൽ കൊള്ളാതെ അന്ന് ആ മാമ്പഴം അവർ പറിച്ചു തിന്നട്ടെ. അപ്പോൾ അവർ പറയും, ഞങ്ങളുടെ ഉപ്പമാർ, ഞങ്ങളുടെ അച്ഛന്മാർ, ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ അമ്മമാർ ഞങ്ങൾക്ക് വേണ്ടി കാലേ കൂട്ടി നട്ടുവളർത്തിയ ഈ വടവൃക്ഷത്തിൻ്റെ ചോട്ടിൽ ഞങ്ങൾക്ക് ഇന്ന് വെയിൽ കൊള്ളാതെ, തീവ്രവാദത്തിൻ്റെ വെയിൽ കൊള്ളാതെ, ഭീകരവാദത്തിൻ്റെ വെയിൽ കൊള്ളാതെ സ്വച്ഛന്തമായി കാറ്റാസ്വദിച്ച് ഇരിക്കാൻ കഴിയുന്നു എന്ന് അടുത്ത തലമുറ നമ്മൾ വിരിച്ചു കൊടുത്ത ആ മനോഹരമായ പിന്നെ ഈ ഒരു ചുവപ്പ് പരവതാനിയിൽ ഇരുന്നിട്ട് അവർക്ക് പറയാൻ കഴിയണം. അതിനായിരിക്കട്ടെ ഈ ശ്രമങ്ങൾ മുഴുവൻ. ഏതായാലും ഞാൻ അവസാനിപ്പിക്കാൻ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾക്ക് നാഥനായ തമ്പുരാൻ ശക്തി പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ വൈകിയ വേളയിൽ പ്രാർത്ഥിച്ച് ഒരുപാട് ആളുകൾ ചോമ്പാലി പള്ളി ഇപ്പോൾ നല്ല കുലീനമായൊരു പള്ളിയായിട്ടുണ്ട്. വളരെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു രാജകുമാരിയെ പോലെ ഈ മുത്തശ്ശി ദേവാലയം മാറിയിട്ടുണ്ട്. ഏതായാലും ഈ പള്ളിയുടെ ഒരു പഴയ കാലത്തെ പൗരാണിക പള്ളി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് ഈ പള്ളിയെ ഇങ്ങനെ കാണണം. അപ്പോഴാണ് ഈ രണ്ട് ധ്രുവങ്ങളിലുള്ള താരതമ്യം നമുക്ക് ബോധ്യപ്പെടാം. ഇതിൽ നിന്ന് അതിൽ നിന്ന് ഇതിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ പിറകിൽ ഒരുപാട് പരിശ്രമങ്ങളുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടൽ അപ്പോഴാണ് നമ്മൾ എങ്ങനെ നമ്മളായി എന്ന് നമുക്ക് തോന്നുക. ആ തോന്നലിൽ നിന്ന് നമ്മൾ ഒരുപാട് ശുക്ർ ചെയ്യുക, സഹായിച്ചവർക്ക് മുഴുവൻ പ്രാർത്ഥിക്കുക. പ്രവാസിയുടെ കയ്യൊപ്പുണ്ട്, നാട്ടിലുള്ളവരുടെ കയ്യൊപ്പുണ്ട്, ഒരുപാട് ആളുകളുടെ പരിശ്രമങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ട്. എല്ലാം സർവനാഥനായ തമ്പുരാൻ സഫലീകരിക്കട്ടെ, സ്വീകരിക്കട്ടെ. സർവാത്മന എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനും ഈ ഒരു സൗഹൃദ സമ്മേളനത്തിൽ വളരെ ക്ഷമയോടെ ശ്രവിച്ചതിനും നിങ്ങളോടുള്ള അകൈതവമായ കടപ്പാടുകൾ അറിയിച്ച് ഉസീക്കും ബിദ്ദുആ ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.